ഇവരുടെയൊക്കെ കണ്ണീര് കണ്ട അങ്ങനെ വളർത്തിയത്. മുതിർന്നേ പിന്നെ കൈയെടുത്ത് തല്ലിയിട്ടില്ല. ഓ അത് സാരല്ല, അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ. പക്ഷെ അത് അവന് മനസ്സിലാവില്ലല്ലോ. വരണ്ട്. അച്ഛൻ കെ കെ നായരുടെ വീട്ടിൽ പോയിരുന്നോ? എന്താ? അച്ഛൻ ആരുടെ മുമ്പിലും താഴരുത്. ഓ, എനിക്ക് തലയുർത്തി പിടിക്കാനുള്ള കാര്യങ്ങളാണല്ലോ നീ ഉണ്ടാക്കണത്. അയാൾ അച്ഛനെ കളിയാക്കിയോ? എടാ, അയാൾ പറഞ്ഞാൽ എന്താ തെറ്റ്? ഒരു ജോലിയും പണിയില്ലാണ്ട് കണ്ട പീഡിയത്തിന് ഇറങ്ങി നടക്കുന്നവന് അയാളുടെ മോളെ കൊടുക്കണോ? പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് പ്രേമിച്ചാ പോരാ, ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാനുള്ള കഴിവുണ്ടാവണം. അതില്ലാത്തവൻ അതിന് പോകരുത്. മതി അവന് വഴക്ക് പറഞ്ഞത്. നീയാണ് വഷളാക്കണേ. ഞാനേ ഒരു ഹെഡ്മാഷ, അത് ആലോചിക്കാറുണ്ടോ? ഓ ഇല്ല, എനിക്ക് എന്റെ മക്കളെ മര്യാദയ്ക്ക് വളർത്താൻ പറ്റണില്ലെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടോരുടെ കുട്ടികളെ നേരെയാക്കണേ? ഇവന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തയുണ്ടോ? എന്തിനാടാ കണ്ട പെൺകുട്ടികളുടെ ജീവിതം പാഴാക്കണേ? സാരമില്ലടാ, അച്ഛൻ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഞാനൊരു മനുഷ്യനല്ലേ അമ്മേ, മനസ്സെനിക്കുണ്ട്. ഏട്ടാ, കോണി കയറി എന്തിനാ? സാരില്ലേട്ടാ, ഫോട്ടോ ആരുടെയാ? എന്തുവരുത്തടിയാ? കോണി കയറരുതെന്ന് പറഞ്ഞിട്ട് കിതയ്ക്കുന്ന കണ്ടില്ലേ? വാ, വിളിച്ചാ പോരെ, ഏട്ടനങ്ങോട് വരില്ലേ? ഒരു സ്വകാര്യമുണ്ട്. രമ്യ തന്നതാ ഏട്ടന് തരാൻ. എടി, പതുക്കിറങ്ങി പോണം. സതീശേട്ടന് കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു. ഗുരുവായൂരിന് വന്ന ആലോചന വീണ്ടും തുടങ്ങി. അച്ഛൻ പോയി ചെറുക്കന്റെ വീട്ടുകാരുമായി സംസാരിച്ച് ശരിയാക്കിയതാണ്. അവരടുത്ത ആഴ്ച വരും. അന്ന് നിശ്ചയം നടത്താനാണ് തീരുമാനം. അതിനു മുൻപ് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം. ഏത് നിമിഷവും വരാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്റെ അവസ്ഥ മറന്നു പോകരുത്. കണ്ണീരോട് സതീശേട്ടന്റെ എന്തു? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ ഒരു ശോകഗാനം പാടാം. തമാശ കള. അവൾ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോയിക്കോട്ടെന്നോ? അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യൂടാ? വിളിച്ചിറക്കിക്കൊണ്ടു വരണം. എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? വീട്ടിൽ കയറ്റി വച്ചൻ. ഒരേ ഒരു വഴിയുള്ളൂ, മറക്കാം. സതീശൻ ഇന്ദുവിനെ കണ്ടുമുട്ടിയിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. എന്താ ചേച്ചി? സതീശേട്ടൻ വന്നോ? വന്നു. എന്നെ ഉണർത്താണ്ട് പോയിക്കളഞ്ഞു. എന്താ അത്? ഇന്ദുവിന് എന്നോട് ക്ഷമിക്കുക സതീശൻ. അങ്ങനെ ആട്ടെ. ശരി. രണ്ടാളും കൂടി തലേ ദിവസം തന്നെ ഇടണം. കേൾക്കുള്ളൂ. അപ്പൊ സ്വർണ്ണം എടുക്കാൻ പറഞ്ഞ ദിവസത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയണം. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാറ്റമൊന്നും ഉണ്ടായിരുന്നാ മതി. ഇനിയും ചില തണ്ടികള് കത്തയക്കും, നേരിട്ട് വന്ന് കാണും, തോന്നിയാസങ്ങൾ പലതും പറഞ്ഞു കിടക്കും. ഞാൻ പറഞ്ഞല്ലോ, അസൂയക്കാർ ഒരുപാടുണ്ട്. ഇനി അതൊന്നും നമ്മൾ പറയണ്ട. ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് എല്ലാം ഭംഗിയായില്ലോ. ഇനി അതിന് മാറ്റമില്ല. അപ്പൊ യാത്രയില്ല. വരട്ടെ. ഓ ശരി.
ഗോപിമാഷേ, എന്താ നമ്മളൊരു മൈൻഡ് ഇല്ലാണ്ട്? ഞാനൊരു കാര്യം ആലോചിച്ച് അങ്ങനെ. വളരെ നല്ലത്. പിന്നെ എന്റെ മോളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു. വൃശ്ചികം 7-ന് മുൻകൂട്ടി ക്ഷണിക്കുക. സന്തോഷം. ഓ, പുത്രനോടൊന്ന് പറയാ, അവൻ ആണാണെങ്കിൽ ഈ കല്യാണം ഒന്ന് മുടക്കാൻ. അവനൊരു അബദ്ധം പറ്റി, ഇനി അതുണ്ടാവില്ല. എങ്കിൽ അവന് നല്ലത്. ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കിയാലുണ്ടല്ലോ, അവൻ 2 കാലം കൊണ്ട് ജീവനോടെ ഈ നാട്ടിൽ നടക്കില്ല. തല്ലി ഒടിക്കും ഞാൻ. ആ, മോനെ സതീശ, നീ എന്താ ഇങ്ങനെ? എങ്ങനെ? ഏതു നേരം ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കും. ഒരു നിമിഷം വീട്ടിലിരിക്കാത്തവനാ. ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. അമ്മയ്ക്ക് അതായിരുന്നല്ലോ പരാതി. അത് തീർന്നോട്ടെ. അമ്മയ്ക്ക് പരാതിയൊന്നും ഇല്ലേ മോനെ. നീ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കൂട്ടുകാരോടൊക്കെ കൂടി പഴയ പോലെ വന്നാ മതി. ഡാ, ഇങ്ങനെ വിഷമിക്കണ എന്തിനാ? നമ്മൾ ആശിക്കണ പോലെ എല്ലാം നടക്കൂ. എനിക്കൊരു വിഷമമില്ല. നിനക്ക് കാശ് വല്ലതും വേണമെന്ന് ചോദിച്ചു അച്ഛൻ. എന്തിന്? വല്ല സിനിമ കാണാനോ ടൗണിൽ പോവാനോ? വേണ്ടമ്മേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആരും എന്നോടൊന്നും ചോദിക്കാതിരുന്നാ മതി. അമ്മ വയ്ക്കോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എനിക്കറിയണം. എന്നെ വേണ്ടെന്ന് വെച്ചോളൂ. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. എന്തു? ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. നീ വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്. അച്ഛനും അമ്മയൊക്കെ എനിക്കുണ്ട്. അവര് ഞാൻ എത്ര വേദനിപ്പിച്ചെന്നറിയോ? ഇപ്പോഴും എത്ര ബുദ്ധിമുട്ടിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയെന്നറിയോ? ഒക്കെ എനിക്കറിയാം. ഞാൻ പറയണേ നീ ഒന്ന് മനസ്സിലാക്കണം. നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, ശരിയാണ്. അതെങ്കിലും സമ്മതിച്ചല്ലോ. എന്നിട്ട് ഒരു തുണ്ട് കടലാസിൽ എഴുതി വാചകത്തെ കഴിഞ്ഞില്ലേ? സ്നേഹം. ഓ, എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിക്കണം. എന്തു? എന്റെ അവസ്ഥ എന്താ മനസ്സിലാക്കാത്ത? അച്ഛനെയും അമ്മയും എല്ലാരും വെറുപ്പിച്ചു. എന്നാലും നല്ലൊരു ജീവിതമാണല്ലോ നിനക്ക് ഉണ്ടാവണത്. അത് മതി എനിക്ക്. ഓ, നല്ല ജീവിതം. നാണല്ലേ സതീശേട്ട? എന്റെ സ്നേഹം മുഴുവൻ പിടിച്ചു വാങ്ങിയിട്ട് ഏതോ ഒരുത്തിന്റെ കൂടെ എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ ഒരു പള്ളിയിൽ അച്ഛനെ പോലെ സംസാരിക്കണു. ശരിക്കും എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. എന്താ മിണ്ടാത്ത? ഒക്കെ അഭിനയായിരുന്നു അല്ലേ? പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. ഇല്ല, ഇനി എനിക്കൊന്നും സംസാരിക്കാനില്ല. ഞാൻ പോന്നപ്പോ രമ്യ പറഞ്ഞു, സതീശേട്ടനെ കണ്ട് സംസാരിക്കാൻ പറ്റിയ എന്തു വെച്ച് പിന്നെ തിരിച്ചയക്കില്ലാന്ന്. അവൾ എത്ര മണ്ടി. ഞാനും അങ്ങനെ മോഹിക്കാതിരുന്നില്ല. ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്. ഇനി ചിലപ്പോ കാണില്ല. കുറെ കത്തുകളും ഫോട്ടോകളും എന്റെ അടുത്തുണ്ട്. നശിപ്പിക്കാൻ പറ്റണില്ല. രമ്യയുടെ കൊടുത്തേക്കാം. സൗകര്യം പോലെ വാങ്ങണം. ഇപ്പോ ഒരു പ്രാർത്ഥനയുള്ളൂ, മറക്കാൻ പറ്റണെന്ന്. മറക്കുമോ നീ എന്റെ മൗനഗാനം? ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം. കാണാതിരുന്ന
ഹൃദയമേ മറക്കുമോ നീ